അവർക്ക് നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 8 ആക്ടിവിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. അതിലെ 6 ആക്ടിവിറ്റീസിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 8 ആക്ടിവിറ്റീസും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ വില്ലേജസ് ആൻഡ് ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ് ക്യാൻ നാഷണൽ പ്രോഗ്രസ് ബി അച്ചീവ്ഡ്. അതിലെ ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്, ലിസ്റ്റ് ദം. വില്ലേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ വിഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് യൂണിറ്റ് 8ലെ പവർ ടു ദ പീപ്പിൾ എന്നുള്ള പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 122 ഇതിൻ്റെ ആൻസർ ഉള്ളത്. അപ്പോൾ ആൻസർ നോക്കാം. അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്. വില്ലേജ് ടു ബി എ കംപ്ലീറ്റ് റിപ്പബ്ലിക്. യൂസ് മോർ ലാൻഡ് ടു ഗ്രോ യൂസ്ഫുൾ മണി ക്രോപ്സ്. റിസർവ് ലാൻഡ് ഫോർ കാറ്റിൽ. നീഡ് റിക്രിയേഷൻ സെൻറ്റർ ആൻഡ് പ്ലേ ഗ്രൗണ്ട് ഫോർ അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 124 ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. വുമൺ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ്. അതുതന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത സി ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് വാസ് ദ ഫസ്റ്റ് ടു ഇംപ്ലിമെൻറ്റ് പഞ്ചായത്തി രാജ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദ ബെൽവത്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ ബെൽവത്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് ഏത് സ്റ്റേറ്റിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ്. അത് പേജ് നമ്പർ 125 എക്സ്റ്റെൻഡഡ് റീഡിങ്ങിൽ കിടപ്പുണ്ട്. ഇറ്റ്സ് ബിഗിനിങ് എന്നുള്ള ഭാഗത്ത് ദ പഞ്ചായത്തി രാജ് സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഫസ്റ്റ് ഇൻ രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് ആക്ടിവിറ്റി 2. വെൽഫെയർ പെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഫ്രൈഡേ. The government allocated 1,300 crore rupees for national highway development, comprehensive development in the health sector, the inauguration of 48 projects by the health minister. The above are news headlines regarding various welfare development activities being implemented by the government. അപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള ഹെഡ്ലൈൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യം നോക്കാം. എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് എന്നാണ് ചോദ്യം. ഇത് 10th യൂണിറ്റിലെ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 158 ഇതിൻ്റെ ആൻസർ ഉള്ളത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ബി ക്വസ്റ്റ്യൻ, കമ്പയർ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ എ നോട്ട്. അതായത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചേഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആർ കോൾഡ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്തത് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ദ വൺ ഇൻക്വേർഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസ്. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും. അടുത്ത സി ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ടു ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ് ടു റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എനർജി പ്രൊഡക്ഷൻ അത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വെൽഫെയർ പെൻഷൻ അത് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഡെബിറ്റ് ലയബിലിറ്റീസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. സബ്സിഡീസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. റോഡ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. സ്കൂൾ കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഫാക്ടറീസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഡിഫൻസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആക്ടിവിറ്റി 3. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ് എന്താണ് എന്നാണ് ചോദ്യം. ഈ ആക്ടിവിറ്റി യൂണിറ്റ് 9ലെ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്നുള്ള പാഠഭാഗത്തിലെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 147 വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്. കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ ആൻ ഒബ്ജക്റ്റ്
region or a phenomena from a distance without a direct contact with the help of devices is called remote sensing. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ ആൻസർ ഇതാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് നോട്ട് ഓൺ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ പേജ് നമ്പർ 148 Satellite remote sensing is the process by which the information on geographical areas are collected using platforms fixed on artificial satellites. അതാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അടുത്ത സി ക്വസ്റ്റ്യൻ, ഇൻ ദ മോഡേൺ വേൾഡ് റിമോട്ട് സെൻസിങ് ഹാസ് അൺലിമിറ്റഡ് പോസിബിലിറ്റീസ്, റൈറ്റ് 3 പോസിബിലിറ്റീസ്. അതായത് റിമോട്ട് സെൻസിങ്ങിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ പേജ് നമ്പർ 149 ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ്, ഫോർ സ്റ്റഡീസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ, to understand the availability of natural resources, to collect information about areas affected by natural calamities like drought, floods, etc. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 3. അടുത്തതായിട്ട് ആക്ടിവിറ്റി 4 എ ക്വസ്റ്റ്യൻ, വൈ ഈസ് സൗത്ത് ആഫ്രിക്ക റെഫേർഡ് ടു ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി. അതായത് ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ലബോറട്ടറി എന്ന് സൗത്ത് ആഫ്രിക്കയെ വിളിക്കാനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചാപ്റ്റർ 11 എഗനസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഭാഗമാണ്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 171 ആൻസർ നോക്കാം. ഇറ്റ് വാസ് ഹിയർ ദാറ്റ് ഗാന്ധിജി എക്സ്പീരിയൻസ്ഡ് ദ വെപ്പൺ ഓഫ് സത്യാഗ്രഹ, നോൺ കോർപ്പറേഷൻ ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. ഹെൻസ് സൗത്ത് ആഫ്രിക്ക ഈസ് നോൺ ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി. അപ്പോൾ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഐറ്റംസ് ഫ്രം കോളം എ വിത്ത് ദ കറക്റ്റ് ഐറ്റം ഇൻ കോളം ബി. കോളം എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. കോളം എ സൗത്ത് ആഫ്രിക്ക മാച്ച് ചെയ്യുന്നത് കേപ്പ് ടൗൺ. അടുത്ത ബുവർ ഗ്രേറ്റ് ട്രക്ക്. അടുത്ത ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 4 അതായിട്ട് ആക്ടിവിറ്റി 5 ടു അണ്ടർസ്റ്റാൻഡ് ദ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. എ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീയെ പറ്റിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ യൂണിറ്റ് 7 ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള പാഠഭാഗത്തിലെയാണ്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 108 അപ്പോൾ ആൻസർ നോക്കാം. കുടുംബശ്രീ ഈസ് എ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ഓൺ 17th May 1998 വിത്ത് ദ എയിം ഓഫ് പോവർട്ടി അലിവേഷൻ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ് ഓഫ് വിമൻ. കുടുംബശ്രീ ഹാസ് സക്സസ്ഫുള്ളി സ്പ്രെഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾ വാക്സ് ഓഫ് സോഷ്യൽ ലൈഫ്. കുടുംബശ്രീ members are also employed in initiative like She Stars, ജനകീയ ഹോട്ടൽ, കൊച്ചി മെട്രോ സർവീസസ് ആൻഡ് കേരളാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസ്. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് അഡോപ്റ്റഡ് ദ കുടുംബശ്രീ മോഡൽ. അടുത്തായിട്ട് ബി ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. റൈറ്റ് എ നോട്ട് ഓൺ എനി 2 ഓഫ് ദം. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നടത്തുന്ന പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ആണ്. അതിലെ ഏതെങ്കിലും 2 എണ്ണത്തിനെ പറ്റിയിട്ട് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 107 അപ്പോൾ അവിടെ ഉണ്ട് ആദ്യത്തേത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അഡൾട്ട്സ് വിത്ത് ലോ ഇൻകം റിസീവ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻകം. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനം സ്കീമാണ്. ജീവന സ്കീമിനെ പറ്റി നമുക്ക് പുസ്തകത്തിൽ പറയുന്നില്ല. അടുത്ത നോക്കാം. സുഭിക്ഷ കേരളം സ്കീമാണ്. അതിനകത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് ദ പ്രോജക്റ്റ് ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. അടുത്തായിട്ട് നിരമായ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് സ്കീംസ് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിനകത്ത് 3 എണ്ണത്തിനെ പറ്റിയിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും 2 എണ്ണത്തിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആക്ടിവിറ്റി 6 ടു അണ്ടർസ്റ്റാൻഡ് ദ മെത്തഡോളജി ഓഫ് റീജിയണൽ ഹിസ്റ്ററി റൈറ്റിംഗ്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റീജിയണൽ ഹിസ്റ്ററി? റീജിയണൽ ഹിസ്റ്ററി എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റായ 12th യൂണിറ്റായ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഹിസ്റ്ററി എന്നുള്ള പാഠഭാഗത്തിലെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. പേജ് നമ്പർ 181 ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ സ്മോൾ ജിയോഗ്രാഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ ആൻ ഇവൻറ്റ്. അതാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീജിയണൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്ത ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റീജിയണൽ ഹിസ്റ്ററി റൈറ്റിംഗ്? റൈറ്റ് എനി ഫോർ. അതായത് റീജിയണൽ ഹിസ്റ്ററി എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 192 അതിൻ്റെ ആൻസർ നോക്കാം. ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, മെമ്മറീസ്,
പ്ലേസ് നെയിംസ്, ഫാമിലി ഹിസ്റ്ററി, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, മോർട്ടേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ്, ലോക്കൽ നോളജ്, റിറ്റ്സ് ആൻഡ് റിച്വൽ സോങ്സ്. അപ്പോൾ ഇത്രയുമാണ് സോഴ്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും 4 എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് സി ക്വസ്റ്റ്യൻ, വേർ വാസ് ദ തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഫൗണ്ട്? തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ എവിടെയാണ് കണ്ടെത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 185 അവിടെ തന്നിരിക്കുന്നത് തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ കൊല്ലം. അതിൻ്റെ ബാക്കിയായിട്ടുണ്ട് ജെവിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി ആൻഡ് പാലിയം കോപ്പർ പ്ലേറ്റ് ആലപ്പുഴ. അപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ആൻസർ. തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ കണ്ടെത്തിയത് കൊല്ലത്ത് നിന്നാണ്. അടുത്തതായി ആക്ടിവിറ്റി 7, സ്റ്റഡി മാപ്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ദേ ആർ ക്രിയേറ്റഡ്. അതിൻ്റെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വാട്ട് ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്സ് ആർ. അതായത് ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വരുന്നത് യൂണിറ്റ് 9 മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്നുള്ള പാഠഭാഗത്തിലാണ്. അതിൽ പേജ് നമ്പർ 136 ആൻസർ ഉള്ളത്. ഫിസിക്കൽ മാപ്സ്, മാപ്സ് ദാറ്റ് ഡെപിക്ട് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ സച്ച് ആസ് ടോപ്പോഗ്രാഫി, സോയിൽ, റിവേഴ്സ്, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. ഇതാണ് ഫിസിക്കൽ മാപ്പ്. കൾച്ചറൽ മാപ്പ്, മാപ്സ് ദാറ്റ് ഡെപിക്ട് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതാണ് കൾച്ചറൽ മാപ്പ്. അപ്പോൾ ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കാറ്റഗറൈസ് ദ ഫോളോയിങ് മാപ്സ് ഇൻറ്റു ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്സ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ പറയുന്നത് ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും താഴെ തന്നിരിക്കുന്നതിനെ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ടേബിളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ഫിസിക്കൽ ജിയോഗ്രാഫി മാപ്പ്. ഫിസിക്കൽ ജിയോഗ്രാഫി മാപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാപ്പാണ്. അടുത്ത സോയിൽ മാപ്പ് ഫിസിക്കൽ മാപ്പാണ്. ക്ലൈമറ്റ് മാപ്പ് ഫിസിക്കൽ മാപ്പാണ്. നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് ഫിസിക്കൽ മാപ്പാണ്. റിവർ സിസ്റ്റം മാപ്പ് ഫിസിക്കൽ മാപ്പാണ്. പൊളിറ്റിക്കൽ മാപ്പ് കൾച്ചറൽ മാപ്പാണ്. പോപ്പുലേഷൻ മാപ്പ് കൾച്ചറൽ മാപ്പാണ്. എക്കണോമിക് മാപ്പ് കൾച്ചറൽ മാപ്പാണ്. ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് കൾച്ചറൽ മാപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 7. അടുത്തത് ആക്ടിവിറ്റി 8. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്, റൈറ്റ് വിത്ത് എക്സാമ്പിൾസ്. അതായത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് യൂണിറ്റ് 10 ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പാഠഭാഗത്തിലാണ്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 161 ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ടാക്സ് ഈസ് ലീവ്ഡ്. This means that the taxpayer himself bears the burden of the tax. Income tax and building tax are examples. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ഇൻഡയറക്റ്റ് ടാക്സ്. ഹിയർ ദ ടാക്സ് ലീവ്ഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനദർ. സെയിൽ ടാക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് GST എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ അതേ പേജിൽ തന്നെയുണ്ട് 161. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഫ്രം ദ July 1, 2017 ആഫ്റ്റർ ദ 101 അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഇംപ്ലിമെൻറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ യൂണിഫൈഡ് ടാക്സ് ഫോർ ദ നേഷൻ. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. സി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്താണ്, അതിൻ്റെ 2 ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പേജ് നമ്പർ 164. ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, എലിമിനേറ്റ് ദ ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ്. അപ്പോൾ ഇത്രയുമാണ് 4 ഒബ്ജക്റ്റീവ്. അതിൽ 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. 8 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.